ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റ് വിത്ത് മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ ടേസ്റ്റ് വിത്ത് മൈൻഡ് എന്ന ഈ ചാനൽ തുടങ്ങിയിട്ട് 7 മാസം ആവുമ്പോൾ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് നമ്മുടെ ചാനൽ ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള കാരണവും എല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കേട്ടോ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് ഉമ്മകൾ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ ചോദിച്ചാൽ, എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാം കൂടെ ആഘോഷിക്കാനായിട്ട് ഞാൻ ഇന്ന് ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 2 കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് എന്ന് വെച്ചാൽ 250 ml 2 കപ്പ്. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം. അതുപോലെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഈ അരിപ്പ് വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം എല്ലാ ഭാഗത്തും, ഇപ്പോൾ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ എല്ലായിടത്തും ആയിട്ട് കേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ടുള്ള ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ അതുപോലെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതുപോലൊരു ബൗളെടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ 3 മുട്ടയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മുട്ട, അതുപോലെ നമ്മൾ കേക്കിലോട്ട് ആഡ് ചെയ്യാനുള്ള പാല് എല്ലാം എടുക്കുന്ന സമയത്ത് എല്ലാം തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള പാലും മുട്ടയൊക്കെ എടുക്കണം. അപ്പോൾ ഞാൻ 3 മുട്ട ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നല്ലപോലെ ബീറ്റ് ചെയ്യണം. ഒരു 3 to 4 മിനിറ്റ് വരെ നമുക്ക് ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒക്കെ നന്നായിട്ടൊന്ന് കലരുന്നത് പോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് പാൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതും റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ഇനി നമുക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ കേട്ടോ, കുഴപ്പമില്ല. ഇനി നമുക്ക് ഒരു 3/4 ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര ആണെങ്കിലും പൊടിച്ചൊന്നും അല്ല എടുത്തിരിക്കുന്നത്, അങ്ങനെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ചേരുന്നത് പോലെ ഒരു 3 മിനിറ്റിലിരുന്ന് 4 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ ഇത് ഇളക്കി എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ കേക്കിനുള്ള ട്രേ റെഡി ചെയ്ത് വെക്കണം. അതിനകത്ത് ഒരല്പം എണ്ണയൊക്കെ തൂവിയിട്ട് അതിനകത്ത് ബട്ടർ പേപ്പറൊക്കെ വിരിച്ച് നല്ല വൃത്തിയാക്കി വെക്കണം. ഇപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ മൈദപ്പൊടി ഉണ്ടല്ലോ, ഇത് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യാൻ പാടുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കഴിയുന്ന സമയത്ത് എല്ലാം കൂടെ കട്ട കുത്തി നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കുന്നത്. ഇളക്കുന്ന സമയത്ത് നമ്മൾ ഒരേ ഡയറക്ഷനിൽ തന്നെ ഇളക്കണം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പോൾ ഇതേ ഞാൻ എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു ശകലം കട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാനൊരു വിസ്ക് വെച്ചിട്ട് അതുകൂടെ ഒന്ന് ഉടച്ചെടുക്കുകയാണ്. പയ്യെ ചെയ്യാൻ പാടുള്ളൂ. ഞാനിപ്പോൾ ഇത് ഫാസ്റ്റ് ഫോർവേഡ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇപ്പോൾ ഇതേ നമ്മളുടെ കേക്ക് ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഈ സമയത്ത് നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിൽ, അതായത് 360 ഡിഗ്രി ഫാരൻഹീറ്റിൽ നമ്മളുടെ ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം 10 മിനിറ്റ്. അപ്പോൾ ഞാൻ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ ഈ ബാറ്റർ 2ആയിട്ട് പിരിച്ചിട്ട് 2 കളർ ചേർത്തിട്ടാണ് ഇന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 or 4 ആക്കി പിരിച്ചിട്ട് കളർ ചേർത്ത് ഉണ്ടാക്കാം. ഇല്ല, കളർ ചേർക്കണം എന്ന് ആഗ്രഹമില്ലെങ്കിൽ കളർ ചേർക്കാൻ വേണ്ട കേട്ടോ. ഞാനിവിടെ ഒരു ഓറഞ്ച് കളറും ഒരു ലൈറ്റ് ഗ്രീൻ കളറും 2 കളറാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് 20 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റിൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇപ്പോൾ ഇതേ നമ്മളുടെ കേക്കൊക്കെ നല്ല റെഡി ആയിട്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഇത് അകമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലൊരു കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാകും കേക്കൊക്കെ റെഡി ആയിട്ടുണ്ടോയെന്ന്. ഇനി ഈ കേക്ക് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്ത് എടുക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നമുക്കിത് അടിച്ചിട്ട് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അത് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ 400 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഈ ബട്ടർ ഞാനൊരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊരു യെല്ലോ കളറിലല്ലേ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലൈറ്റായിട്ടൊന്ന് വെള്ള കളറാകാൻ തുടങ്ങും. ആ സമയം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതുപോലെ നമ്മൾ ബട്ടർ എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ വേണം കേട്ടോ എടുക്കാൻ. ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നതെങ്കിൽ ഒരു 4 മണിക്കൂർ മുമ്പ് തന്നെ നമ്മളത് എടുത്ത് റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ബട്ടർ ക്രീം തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കളറൊന്ന് ചേഞ്ച് ആയിട്ട് ഒരു വൈറ്റ് കളറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അത് ഒരല്പമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരുമിച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാൻ പാടില്ല. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ച് ചേർക്കുന്ന സമയത്ത് പഞ്ചസാര നന്നായിട്ട് പൊടിഞ്ഞിരിക്കണം. പഞ്ചസാര പൊടിയാതെ ഇങ്ങനെ തരിതരിയായിട്ട് കിടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ക്രീം നല്ല സോഫ്റ്റായിട്ട് വരത്തില്ല. ഇപ്പോൾ നമ്മളുടെ ക്രീം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തുനിന്ന് കുറച്ച് ക്രീം ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ബാക്കിയുള്ള ക്രീമിനകത്ത് ഞാൻ ലൈറ്റ് റോസ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ കേക്കിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുപോലെ ഈ ബീറ്ററിൻ്റെ ബ്ലേഡിലൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്ന ഈ ക്രീമൊക്കെ ഇതുപോലെ ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാം വിട്ട് വരും കേട്ടോ. പിന്നെ നമുക്ക് നമ്മളുടെ കേക്കൊക്കെ ഒന്ന് ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് നല്ലൊരു ആകൃതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കാം ഈ സമയം കൊണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ക്രീമൊക്കെ തേച്ച് നല്ല വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് താഴെ വെക്കാൻ കേക്ക് ബോർഡ് ഉണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. പിന്നെ ഇത് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് കാണിക്കാതിരുന്നത്. ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ബേസായിട്ട് വെക്കാൻ പോകുന്നത്. അപ്പോൾ കേക്ക് വിട്ടു പോകാതിരിക്കാനായിട്ട് നമുക്ക് ഈ പ്ലേറ്റിനകത്ത് ചെറുതായിട്ടൊന്ന് ക്രീം തേച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ കൊക്കോ കേക്ക്, അതായത് ചോക്ലേറ്റ് കേക്ക്, ഇത് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മളുടെ കളർ കേക്കുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വെച്ച് കൊടുക്കാം. അതിന് മുമ്പ് നമ്മൾ ഒരല്പം ക്രീം ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. ക്രീം അധികം ഇഷ്ടമല്ലെങ്കിൽ ഒരുപാട് തേക്കണ്ട. ഇനി നമുക്ക് നമ്മളുടെ ഓറഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ലൈറ്റ് ഗ്രീന് കൂടെ വെച്ച് കൊടുക്കാം. എല്ലാറ്റിലും ഒരല്പം ക്രീം തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് എല്ലാം ഒരേ ആകൃതി ഇല്ലാത്തത് കാരണം ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ട് കറക്റ്റ് എല്ലാം ഒരേ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. അല്ലാതെ ഇങ്ങനെ ആയിരുന്നില്ല കേക്ക്, കുറച്ചുകൂടെ വട്ടത്തിലായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഞാൻ അത്രയ്ക്ക് വലിയ പുലിയൊന്നുമല്ല കേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ കേക്കൊക്കെ ഞാൻ ഉണ്ടാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ കേക്ക് ഞാനിത് രണ്ടാമത്തെ തവണയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്, കുറച്ചുകൂടെ ഈസി ആയിട്ട് എനിക്ക് കിട്ടുന്നതുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ഈ കേക്ക് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മുകളിലൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു റോസാപ്പൂ എന്നൊക്കെ പറയാം, റോസാപ്പൂ ഒന്നും അല്ല, എന്നാലും എൻ്റെ അടുത്ത് ഈ ഒരു അതിൻ്റെ പേരെന്തുവാ,
ഈ ഒരു ടിപ്പ് ഇതാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ പൈപ്പിംഗ് ബാഗൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനൊരു കവറൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതെല്ലാം യൂസ് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തോ. എനിക്ക് അത്രയ്ക്ക് ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ ഇതാക്കാനൊന്നും അറിയില്ല. ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് കോളാക്കി വയ്ക്കും. അപ്പോൾ അത് കാരണം ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവൻ്റെ പേര് രാഹുൽ എന്നാണ്. അപ്പോൾ 6 കൂടെ ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളുടെ കേക്ക് റെഡി ആയി കഴിഞ്ഞു. 2-3 കുത്തൊക്കെ ഇടാമല്ലേ, വെറുതെ ഇരിക്കട്ടെ. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പം ഞാനിനി നല്ല നല്ല കേക്കുകളൊക്കെ ഉണ്ടാക്കി പഠിച്ചിട്ട് നല്ല കേക്കുമായിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതേ കേക്ക് കട്ട് ചെയ്യാനുള്ള ആളിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. വലിയ എന്തോ ഒരു ഗിഫ്റ്റ് ആണ്.